മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീടാകെ അലങ്കോലമായിട്ട് കുഴഞ്ഞു മറിഞ്ഞതുപോലെ ഇരിക്കുന്നുണ്ടാവില്ലേ? നമ്മുടെ മിക്കവരുടെയും വീടിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് വൃത്തിയാക്കി തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ പലർക്കും പല രീതിയിലായിരിക്കില്ലേ നമ്മുടെ വീട്ടിലെ ജോലികളുണ്ടായിരിക്കുക. ഇപ്പം പ്രായമായ ആളുകളും അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ളവർക്ക് വേറെ രീതിയിലുള്ള പണികളായിരിക്കും. മീൻസ് അവരുടെ ജോലികൾ ചിലപ്പം എടുത്താലും തീരാത്ത രീതിയിൽ ഒരു സിസ്റ്റം വരുന്നില്ല ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതല്ല, മക്കളും ഹസ്ബൻഡൊക്കെ സ്കൂളും ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട്. എങ്ങനെയുള്ളൊരു കുടുംബാന്തരീക്ഷമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പണിയും പെട്ടെന്ന് തന്നെ തീർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇസ്തിരി ഇട്ടത് മാതിരി അല്ലെങ്കിൽ നമ്മളൊരു മ്യൂസിയം പോലെ നമ്മുടെ വീട് ഒരിക്കലും കിടക്കില്ല. കാരണം ഒരു കുടുംബമാകുമ്പോൾ അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും താളം തെറ്റിയെന്നൊക്കെ വരും. പക്ഷേ എന്തായാലും നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഡെയിലി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ മുറയ്ക്കങ്ങ് ചെയ്തു പോകാമെന്ന് മാത്രമേ നമുക്ക് പലപ്പോഴും നടക്കാറുള്ളൂ. പലപ്പോഴും ചില ചാനലും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനും വിചാരിക്കാറുണ്ട്, അയ്യോ നമ്മുടെ വീട് ഇതുപോലെ അങ്ങ് വൃത്തിയാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇൻറ്റീരിയർ അങ്ങനെയല്ലല്ലോ, നമ്മുടെ വീട്ടിലെ ജോലികളൊന്നും ഇതുപോലെ തീരുന്നില്ലല്ലോ, അങ്ങനെ എനിക്കും തോന്നാറുണ്ട്. നിങ്ങളിൽ പലരും ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷേ സത്യാവസ്ഥ അങ്ങനെയൊന്നും അല്ല. കാരണം ഈ വീട്ടിലും അലങ്കോലമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീഡിയോയിൽ ഓരോ കണ്ടൻറ്റുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്നെക്കൊണ്ട്, എൻ്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എൻ്റെ വീട് ഇതുപോലെ തന്നെ അങ്ങ് കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അലങ്കോല ഇടങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലമാകുമ്പോൾ എല്ലാ വീടിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് ഈ വീടിൻ്റെ കാര്യവും. വീട്ടിൽ വലിപ്പം ചെറുപ്പം ഒന്നുമല്ല കേട്ടോ കാര്യം. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. നമുക്ക് എന്താണോ കിട്ടിയത് അതിന് ഭംഗിയാക്കിയിട്ട് അല്ലെങ്കിൽ മാക്സിമം വൃത്തിയാക്കിയിട്ട് നമുക്ക് പറ്റുന്നത് പോലെ അങ്ങ് ചെയ്ത് തീർക്കുക എന്ന് മാത്രം. പിന്നെ ഇതിനേക്കാളും എല്ലാം അപ്പുറത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു മനസമാധാനം തന്നെയാണ്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും സമാധാനവും സന്തോഷം തന്നെയാണ്. ഇപ്പോൾ നല്ല ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിച്ചായിട്ടുള്ള ഒരു ഫാമിലിയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ അവരവരുടെ റൂമുകളിൽ ഇങ്ങനെ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരുപാട് വീടുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത രീതിയിലുള്ളത്. പക്ഷേ അങ്ങനെയുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ അതൊരു കുടുംബമാണോ എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. കാരണം അതിനേക്കാളും നല്ലത് ഏത് കുഞ്ഞു ഫാമിലി ആണെങ്കിലും അവിടെ കളിയും ചിരിയും ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ കുടുംബം കൊണ്ടുപോകുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊന്നും പറയാൻ ആരുമല്ല, എന്നേക്കാളും നന്നായിട്ട് എല്ലാം മനസ്സിലാക്കുന്നവർ തന്നെയായിരിക്കും എൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്നതും. എന്നാലും ജസ്റ്റ് ഞാൻ വീഡിയോ ആയിട്ട് വരുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ രാവിലെ ഈ പറഞ്ഞ പോലെ തിരക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ഫുഡ്, അതായത് നമ്മൾ എപ്പോഴും അടുക്കളയിൽ നിന്നാണല്ലോ ഇറങ്ങുക. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുക. അതിനുശേഷം മാത്രമാണ് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങും. പിന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇപ്പോൾ പലരും പല റൂമുകളിൽ കിടക്കുമ്പോൾ അവരവരുടെ റൂമുകളിലെല്ലാം വിരികൾ അവരവർ തന്നെ അങ്ങ് മടക്കി വെക്കട്ടെ, പറ്റുന്നത് പോലെ അവർ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ ഒന്നങ്ങ് ഒതുക്കി വെച്ചാൽ മാത്രം മതി. കാരണം എല്ലാം കൂടി നമ്മുടെ തലയിലേക്ക് വെക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം അടുക്കളപ്പണിയും പിന്നെ വീട് വൃത്തിയാക്കലും മുറ്റടിക്കലും അലക്കലും തുടയ്ക്കലും എന്ന് വേണ്ട വീട്ടിലെ സകല പണിയും ചെയ്താൽ നമ്മൾ വീണു പോവും. അതുകൊണ്ട് കഴിയുന്നതും വീട്ടിലുള്ള മറ്റുള്ളവരെയും കൂടി അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുന്നത് നന്നായിരിക്കും. മക്കളൊക്കെ കുറച്ച് വലുതാണെങ്കിൽ അവരുടെ വിരിയൊക്കെ അവർ തന്നെ മടക്കട്ടെ എന്നേ. പിന്നെ സഹായത്തിന് ആളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാവും. എൻ്റെ വീട്ടിലെ കാര്യം എന്ന് വെച്ചാൽ ക്ലീനിങ് മിക്കവാറും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുകയും ചെയ്യാം. കാരണം ഞാനത് പറയാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ക്ലീനിങ് തന്നെയാണ്. അത് എത്ര ചെയ്താലും മടുക്കില്ല. പിന്നെ ഞാൻ രാവിലെ അടിച്ചു വാരാനായിട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു തുണി എൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ. അത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതായത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല. ആ ഒരു തുണി നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ കാണുന്ന പൊടിയെല്ലാം നമുക്ക് മുട്ടി അങ്ങ് പോകാൻ പറ്റും. അത് ഒരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിലൊരു തുണി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. ഇതിപ്പം നമ്മൾ എങ്ങനെ ഡെയിലി അടിച്ചു വാരുന്നതാണെങ്കിലും, ഡെയിലി ഞാൻ തുടക്കാറില്ല, സത്യമായിട്ടും ഞാൻ ഡെയിലി തുടക്കാറില്ല. ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ഞാൻ തുടക്കാറുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലീനിങ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ പളപളാ തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്ന വീടാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തുടക്കൂ. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറില്ലേ, എനിക്ക് സ്കൂളിലും കൂടെ പോകുന്നത് കൊണ്ട് തന്നെ എന്നും ഇങ്ങനെ തുടക്കാനൊന്നും പറ്റാറില്ല.
അപ്പോൾ ലീവുള്ള ദിവസം നോക്കി നോക്കി ചെയ്യും. ചിലപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം വന്നിട്ട് ഒരു ദിവസം നമ്മുടെ ബാറാല തട്ടി അടിച്ചു വാരും, അല്ലെങ്കിൽ അടുത്ത ദിവസം വാഷ്റൂം കഴുകും, അതിൻ്റെ അപ്പുറത്ത് ദിവസം ഇതുപോലെ ജനൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനലിൻ്റെ അഴികളൊക്കെ അങ്ങ് തുടച്ചിട്ട് അടിച്ചു വാരും. അങ്ങനെ ഓരോന്നായിട്ട് വരുമ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് തുടക്കേണ്ട ദിവസമാവും. അപ്പോൾ നമുക്ക് ശനി ഞായറും റിലാക്സ് ആയിട്ടിരിക്കാം. അങ്ങനെയും വീട് വൃത്തിയാക്കാം, അതായത് ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെയും വീട് വൃത്തിയാക്കാം. പക്ഷേ ഇന്നിപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് കാണുന്നതെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണിയുടെ കാര്യം. അങ്ങനെ ഒരു തുണി നമ്മൾ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് അടിച്ചു വാരുന്നതിൻ്റെ മുന്നേ ഒന്നങ്ങ് ഓടിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും മുടിയും പൊടിയും ഒക്കെ ടേബിളിലൊക്കെ ഉണ്ടാവും. തലേ ദിവസം നമ്മളിത് ചെയ്തതായിരിക്കും, എന്നാലും പിറ്റേ ദിവസം ഉണ്ടാവും. മഴക്കാലം ആയതുകൊണ്ട് കുറച്ചൊരു കുറവുണ്ട്, അത് ശരി തന്നെയാണ്. വേനൽക്കാലത്ത് ഇതിനേക്കാളും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ജനലൊക്കെ തുറന്നിടുമ്പോൾ പൊടിയൊക്കെ അകത്തേക്ക് കയറും. പക്ഷേ മഴക്കാലത്ത് അത്രയ്ക്കങ്ങ് പൊടിയില്ല, എന്നാലും ഇത് മുട്ടേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പൊടി അങ്ങ് മുട്ടിയിട്ട് ജസ്റ്റ് അടിച്ചു വാരും. ഇതാണ് ഡെയിലി ഞാൻ ചെയ്യുന്ന ക്ലീനിങ്. അല്ലാതെ ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിവസവും തുടക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ശീലമില്ല. പിന്നെ ദിവസവും എൻ്റെ അനിയത്തിയുടെ വീട്ടിലൊക്കെ ഇല്ലേ, അവൾക്ക് ദിവസവും തുടക്കണം. ദിവസം തുടക്കണം എന്ന് വെച്ചാൽ എന്നും പെരുമാറുന്ന സ്ഥലത്ത് അവൾക്ക് ഓടിച്ചിട്ട് മോപ്പും കൊണ്ടങ്ങ് പോകണം, അല്ലെങ്കിൽ അവൾക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല. ഞാൻ എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഇതിങ്ങനെ ശീലാക്കിയത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ ശീലാക്കാതെ, അതായത് നമുക്കിങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും തുടക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ സമാധാനം. പിന്നെ വേറെ എന്തെന്ന് വെച്ചാൽ വീട്ടിൽ പല സ്ഥലങ്ങളിലും വെള്ളം ഇറ്റ് വീഴുവാണെങ്കിൽ, അതായത് നമ്മുടെ പണി പോലെ ഇരിക്കും. എപ്പോഴും ഡ്രൈ ആക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിലത്ത് വെള്ളം ഉണ്ടാവില്ല. പക്ഷെ നിലത്ത് വെള്ളം ഉണ്ടാവുമ്പോഴാണ് അവിടെ ചളിയുടെ പ്രശ്നം വരിക. ചില വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, വാഷ് ബേസ് സിങ്കിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് വെള്ളം ഉറ്റിച്ചുകൊണ്ടേ മക്കൾ നടക്കും, അല്ലെങ്കിൽ കൈയൊന്ന് തുടക്കാതെ നടക്കും. അപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ തുടച്ച് ഡ്രൈ ആയിട്ട് തന്നെ വരുമ്പോൾ നിലത്ത് വെള്ളം ഇറ്റില്ല. അതുപോലെ തന്നെയാണ് അടുക്കളയുടെ സിങ്കിൻ്റെ കാര്യത്തും. പാത്രം കഴുകുമ്പോഴൊക്കെ അടുക്കളയിലൊക്കെ വെള്ളം ഉറ്റുവാണെങ്കിൽ നമ്മൾ അവിടെയും ചവിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ചളി ചളി മീൻസ് അടുക്കളയിൽ എങ്ങനെയാണെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും. ആ പൊടിയുള്ള കാലം കൊണ്ടായിരിക്കും വെള്ളം നനയുമ്പോഴാണ് ആ ഒരു എന്താ പറയുക വൃത്തികേടാവുന്ന രീതിയിൽ നമ്മുടെ ഈ ഇപ്പുറത്തുള്ള റൂമുകളിലൊക്കെ ഫ്ലോർ അങ്ങനെ വരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവല്ല, വെള്ളം കൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് നിലത്തുറ്റാതെ ഒന്ന് നോക്കി നോക്ക്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പണി വളരെ കുറവായിരിക്കും. അതായത് തുടക്കുന്ന പണി നമുക്ക് തുടക്കണ്ടെന്ന് തോന്നും. ഇന്ന് തുടക്കുന്ന ദിവസമാണെങ്കിൽ തുടക്കണ്ടെന്ന് തോന്നും. കാരണം ഈ ഡ്രൈ ആക്കിയിട്ട് ജോലി ചെയ്ത് ശീലിച്ചാൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? പൊടിയെല്ലാം മുട്ടി നന്നായിട്ട് അടിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ തുടക്കൽ അടയ്ക്കട്ടെ എന്ന് തോന്നും. കാരണം അത്രയും വൃത്തിയായിട്ടുണ്ടാവും. അത് വെള്ളം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അയ്യോ തുടക്കാതെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലാണ്ട് ഒരവസ്ഥ ഉണ്ടാവുക. ഇനി ഈ പറഞ്ഞ മാതിരി ദിവസവും തുടക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അയ്യോ ചേച്ചി എന്തൊക്കെ ഈ പറയുന്നു തോന്നും. അങ്ങനെയുള്ളവർ ശീലമൊന്നും മാറ്റണ്ട കേട്ടോ. ഞാൻ നമ്മുടെ ആരോഗ്യം കൂടെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് എല്ലാ പണികളും തീർത്താൽ മതി എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് നിങ്ങളോടും കൂടെ പറയുന്നത്. കാരണം വീണുപോയാൽ വേറെ ആരും ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ പാട്ടൊക്കെ കേട്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിലാക്സ് ആയിരിക്കും, നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് അങ്ങനത്തെ ശീലമില്ല, നല്ല ശീലങ്ങൾ അങ്ങനത്തെ കുറവാണ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീനിങ്, കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കില്ല. പക്ഷേ എനിക്കില്ലാത്തത് നിങ്ങൾക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം, അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ മൈൻഡിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുക, എന്ത് സാധനവും എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത സ്ഥലത്ത് വയ്ക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് കേട്ട് മടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ മോളെടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അവളായിട്ട് അടി ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിനാണ്. എടുത്ത സാധനം എടുത്ത സ്ഥലത്തേക്ക് വെക്കുക. ഹസ്ബൻഡിനോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്. അവർ പറഞ്ഞ മാതിരി എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ചായയൊക്കെ കാച്ചിട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗ്ലാസ് അങ്ങനെ അങ്ങ് വെക്കും. അപ്പോൾ ഞാൻ പറയാം, ജസ്റ്റ് കഴുകിയാൽ പോരെ, കാരണം എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ വന്നതല്ലേ. അതിപ്പോൾ ഞാൻ പറഞ്ഞ് അവരങ്ങനെ ഞാൻ പറയാതെ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നെയിൽ കട്ടർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുത്തെടുത്തിൽ വയ്ക്കുക, ചെറിയ കാര്യങ്ങളായിരിക്കും. റിമോട്ട് എടുത്തെടുത്തിൽ വയ്ക്കുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു ദിവസം ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് വലിയൊരു ഭാരമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊടിയൊക്കെ മുട്ടി അടിച്ചു വരുന്ന സമയത്ത് പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു കേട്ടോ. പണ്ടേ അമ്മ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ റേഡിയോ ഓൺ ചെയ്യും. ആ ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം അമ്മ ഈ പറഞ്ഞിട്ട് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല. അവിടെ ചേച്ചിയും എൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മക്ക് അതൊന്നും ചെയ്യേണ്ട. എന്നാലും ഞാനിങ്ങനെ വിചാരിക്കും, ആ റേഡിയോ ഒന്നും ഇപ്പോൾ കാണാനേ ഇല്ല. എന്നാലും നമുക്ക് പറ്റുവാണെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ പാട്ടൊക്കെ ഓൺ ചെയ്ത് ആ ഒരു വൈബ് ഉണ്ടാക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു സുഖമാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് കേട്ടോ, രാവിലെ തന്നെ ഭക്തിഗാനം കേൾക്കും. അപ്പം അതും ഒരു സുഖമുള്ള കാര്യം തന്നെയല്ലേ.
പിന്നെ അടിച്ചു വരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കയ്യിൽ വെക്കുന്ന ഒരു തുണിയുടെ കാര്യമില്ലേ, ഈ പൊടി മുട്ടുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്ന് പറയുക, മുകളിൽ നിന്ന് താഴേക്ക് മുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. വണ്ണാവലിയൊന്നും നമ്മൾ എന്നും മുട്ടാറില്ല അല്ലെങ്കിൽ തട്ടാറില്ല. എന്നാലും നമ്മൾ ആ പൊടി മുട്ടുമ്പോൾ ഇപ്പോൾ ജനൽ മുട്ടിക്കഴിഞ്ഞതിന് ശേഷം സോഫ മുട്ടുക, സോഫയുടെ പൊടി തട്ടിയതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഭാഗത്തൊക്കെ തട്ടുക. കാരണം അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ സോഫയുടെ പൊടിയൊക്കെ മുട്ടിയിട്ട് നമ്മൾ ജനൽ ക്ലീൻ ചെയ്യാൻ നിന്നാൽ ആ പൊടിയൊക്കെ എടുത്തിട്ട് സോഫയിലേക്ക് വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴാന്നുള്ള രീതിയിലേക്ക് ചെയ്ത് വരുവാണെങ്കിൽ അത് ആ ഒരു ഓർഡറിൽ ആ ഒരു ക്ലീനിങ് നടക്കുകയും ചെയ്യും, വീട്ടിലെ പൊടികളൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ജനൽ തുറന്നിടുന്നത് എത്രയും നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ഈ പൊടി മുട്ടുന്ന സമയത്ത് എയറിലുള്ള പൊടി അത് നമ്മുടെ എന്താണ് നമ്മൾക്ക് ശ്വസിക്കുമ്പം തന്നെയാണ് ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഇത് കാണുന്ന പലരും ചോദിക്കുമായിരിക്കും, ചേച്ചി ഇതിൻ്റെ മാസ്ക് ഇടുന്നതല്ലേ നല്ലത്. പക്ഷേ ഡെയിലി ക്ലീനിങ്ങിലൊന്നും മാസ്ക് ഒന്നും ഇടാറില്ല, ഇങ്ങനെ അങ്ങ് അടിച്ച് വാരി അങ്ങ് പോവും, അത്ര തന്നെ. പിന്നെ ന്യൂസ് പേപ്പർ വാങ്ങാത്ത ഒരു വീടും ഉണ്ടാവില്ലല്ലോ. പക്ഷെ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അതെല്ലാം അങ്ങ് ഒഴിവാക്കി പോവുക. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുന്ന സമയത്താണ് സ്റ്റെയർ കേസിൻ്റെ താഴെ ആവട്ടെ അല്ലെങ്കിൽ പേപ്പർ വെക്കുന്ന കബേർഡ് ആവട്ടെ, അവിടേക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, വീടാകെ ഇങ്ങനെ ഡംപ് ചെയ്ത പോലെ ഇരിക്കുക. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ തന്നെ ഇപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ വീട്ടിൽ എത്ര മാസത്തെ പേപ്പർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഒരു ന്യൂസിൻ്റെ കളക്ഷൻ അല്ലേ, അതൊക്കെ നല്ലതല്ലേ, ഒരു ആവശ്യം വരുമ്പോൾ പഴയ വാർത്തകളൊക്കെ നമുക്ക് അന്വേഷിച്ച് നോക്കണമെങ്കിൽ അതൊക്കെ സൗകര്യമല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച് വെക്കാം. പക്ഷേ ഇന്ന് എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ്, എന്ത് കാര്യവും നമുക്കൊന്ന് ഫോണിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത്, ആവശ്യം കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴും 2 മാസം കഴിയുമ്പോഴും അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. ഇപ്പം നമുക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങ് ഒഴിവാക്കുക. അതുപോലെ പഴയ തുണികളാണെങ്കിലും നമുക്ക് വേണ്ടാത്തത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ തുടക്കാനൊക്കെ എടുക്കുക. ഇനി നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സൈസിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചാണെങ്കിൽ അത് ആവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള എന്ത് തന്നെയാണെങ്കിലും ഏത് രീതിയിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്ന് വേണ്ടാത്തത് ഒഴിവാക്കുക. അപ്പോൾ തന്നെ വീട് കുറേയൊക്കെ അങ്ങ് വൃത്തിയായി പോകും, ഇങ്ങനെ ഡംപ് ചെയ്യുന്ന ശീലം അങ്ങ് ഒഴിവാക്കിയാൽ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീടിങ്ങനെ അലങ്കോലമായിട്ടുള്ള ഇടമൊക്കെ ഉണ്ടെന്ന്, അത് എൻ്റെ ഈ ടെറസും യൂട്ടിലിറ്റി റൂമും ഒക്കെയാണ്. പ്രത്യേകിച്ച് മഴയായതുകൊണ്ട് തന്നെ വിചാരിച്ചതുപോലെ ഡെയിലി തുണിയൊന്നും മടക്കാനേ പറ്റുന്നില്ല. ചിലപ്പോൾ ചില ഡ്രസ്സിൻ്റെ കോളറൊക്കെ നനഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ കട്ടിയുള്ള ഡ്രസ്സിൻ്റെ അരഭാഗമൊക്കെ നനഞ്ഞിട്ടുണ്ടാകും. ബാക്കിയൊക്കെ നമ്മൾ ഉണങ്ങി കിട്ടിയാലും ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങാതെ കിട്ടുമ്പോൾ നമുക്ക് അതൊന്നും മടക്കി വെക്കാനേ പറ്റില്ല. അപ്പം എൻ്റെ ഒരു കാര്യം അറിയാമല്ലോ, പുറത്തിട്ട് ഉണക്കുന്നൊരു ശീലമില്ല. കാരണം ഞാനിവിടെ പകൽ പലപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. അപ്പം പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മഴക്കാലത്ത് പലപ്പോഴും നമ്മളിങ്ങനെ ഷീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരു വെയിൽ കാണുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇടും. പക്ഷേ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2, 3, 4 ദിവസമൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു ഈർപ്പാണ്. അതുകൊണ്ട് നമുക്ക് യൂട്ടിലിറ്റി റൂം, ഈ ഒരു ടെറസ് മാത്രമല്ല, കുഞ്ഞു ടെറസാണ്, അവിടെയും ഉണ്ട്, യൂട്ടിലിറ്റി റൂമിലുണ്ട് നിറച്ച് തുണികൾ. ഇത് അലക്കിയതൊക്കെ മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ച എല്ലാം മടക്കി ക്ലിയറാക്കി സെറ്റാക്കി വെച്ചതാണ്. പക്ഷേ അടുത്തത് വീണ്ടും നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു മഴക്കാലത്ത് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്, ഇതിപ്പോൾ ഷീറ്റുള്ള ഏരിയ കുഞ്ഞു ടെറസാണല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു തണുപ്പ് പോലെ വന്ന്, അതായത് ഉണങ്ങിയായിരിക്കും എന്നാലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് എടുത്തിട്ട് യൂട്ടിലിറ്റി റൂമിലേക്ക് മാറ്റി ആറിയിടും. അപ്പം അവിടെ നിന്ന് ആറിയിടുക എന്ന് പറഞ്ഞാൽ മാറ്റി വിരിക്കും, ഞങ്ങളിവിടെ ആറിയിടുക എന്നാണ് പറയുക, അതിലങ്ങ് വിരിക്കും. എന്നിട്ട് ആ ഒരു തണുപ്പ്, റൂമിൻ്റെ ഒരു ചൂടുണ്ടാവുമല്ലോ, ആ തണുപ്പ് മാറി ആ ചൂട് വന്നതിന് ശേഷം മാത്രമേ അലമാരയിൽ വെക്കും. അല്ലെങ്കിൽ അത് എടുത്തിട്ട് പിന്നെ ഇടുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. യൂട്ടിലിറ്റീൻ്റെ അവസ്ഥ കണ്ടിട്ടില്ലല്ലോ, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് മടക്കിയിട്ട് ഇപ്പം നേരെ അങ്ങോട്ടേക്ക് മാറ്റുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൂം. ഇത് പണ്ട് ടെറസായിരുന്നു. വീട് മാറ്റി പണിയുന്ന സമയത്ത് ഇങ്ങനെ റൂം വേണമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. അതുകൊണ്ട് ഭയങ്കര ഉപകാരം, പ്രത്യേകിച്ച് മഴക്കാലത്ത് തുണി ആറിയിടാൻ വേണ്ടിയിട്ട് വിരിച്ചിടാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത്. പിന്നെ അവിടെയുള്ള ആ ഒരു ഇസ്തിരി എടുത്ത മേശയും പിന്നെ എൻ്റെ തുന്നുന്ന മെഷീനും പിന്നെ ഒരു വാക്യൂം ക്ലീനറും പേരിനുണ്ട്. ഇതെല്ലാം അവിടെയാണ് കിടക്കുന്നത്. വാക്യൂം ക്ലീനർ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല, കാരണം അത് എടുത്ത് ക്ലീൻ ചെയ്യുന്ന നേരം കൊണ്ട് എനിക്ക് പൊടിയിങ്ങ് മുട്ടിയെടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ബാക്കി തുണികളൊക്കെ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് എടുത്തിട്ട് നനഞ്ഞതെന്ന് തോന്നുന്ന, അതായത് നനഞ്ഞത് മീൻസ് ഒരു ഈർപ്പമുള്ളെന്ന് തോന്നുന്നൊക്കെ അവിടെ പിന്നെ ആറിയിടും. അവിടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കാണുന്നതെല്ലാം ഞാനത് മടക്കി വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടേക്ക് ആറിയിടുക. ഇതൊരു മെനക്കെട്ട പണി തന്നെയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. വേനൽക്കാലത്ത് ഈ പണിയേ ഉണ്ടാവില്ല, നേരെ എടുത്തിട്ട് നമുക്കങ്ങ് മടക്കി അലമാരിയിൽ വെക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വെയിലുള്ള സമയത്ത് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് ഉണക്കുവാണെങ്കിലും ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഫ്ലാറ്റിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഏതാണ്ട് എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും. പിന്നെ ഇന്നത്തെ ആ ഒരു വാഷ് ബേസിനും കൂടെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ
ക്ലീനിങ് മൊത്തത്തിൽ ഒരു ദിവസത്തെ ക്ലീനിങ് മുഴുവനായിട്ട് കഴിഞ്ഞു. ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്